ഹായ്. അപ്പോഴേ വാവിൻ്റെ സദ്യ എല്ലാം കഴിക്കണ കാണിച്ചില്ല, എടുത്തു വെച്ചതാണ് നിങ്ങളൊക്കെ കണ്ടത്. അപ്പം സദ്യ കഴിച്ചതിന് ശേഷം പിന്നെ ചോറും കറികളെല്ലാം ബാക്കി വരുമല്ലോ. അപ്പം നമുക്ക് അത് വെച്ചൊരു കഞ്ഞി, അതായത് കൂട്ടെല്ലാം കൂടെ കുഴച്ചൊരു പഴം കഞ്ഞി പോലെ കുടിക്കാമല്ലോ. അപ്പം ഞാൻ എടുക്കണത് കാണിച്ചിട്ടില്ല. ഇതിനകത്ത് കുറച്ച് ചോറേ ഇട്ടിട്ടുള്ളൂ. ചോറ്, അവിയൽ, സാമ്പാർ, പരിപ്പ്, പച്ചടി, തോരൻ എല്ലാം കൂടെ ഇട്ടിട്ട് ഇച്ചിരി. അപ്പം നമ്മൾ നേദിക്കുമ്പോൾ ഉപ്പൊന്നുമില്ല, ഉപ്പ് നോക്കത്തില്ല, ഉപ്പെല്ലാം ഉണ്ട്, പക്ഷെ ഉപ്പൊക്കെ കുറവായിരുന്നു. പിന്നീട് നമ്മൾ കഴിച്ചപ്പോൾ മനസ്സിലായി, അതുകൊണ്ട് ലേശം ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് നല്ല മാങ്ങ അച്ചാറും ഉണക്ക മീൻ കറിയും കുടിക്കാം. എല്ലാം കൂടെ ഇട്ട് ഇങ്ങനെ. എനിക്കിത് കഴിച്ചുകൂടാ കേട്ടോ, പഴങ്കഞ്ഞിയായിട്ട് കഴിക്കുമ്പോൾ BP ഉള്ളത് കൊണ്ടിട്ട് കഴിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചിലേ പണ്ട് ഞാൻ കഴിച്ച് ശീലമുള്ളത് കൊണ്ടിട്ട് എനിക്കിത് കാണുമ്പോൾ ഭയങ്കര കൊതിയാണ് കേട്ടോ എനിക്ക്. എല്ലാം കൂടെ എടുത്തിട്ട് ഇത് ശകലം ഉണക്കമീൻ കറിയും പൊന്നു മക്കളെ, ഇവിടെ പോയാലും കിട്ടത്തില്ല കേട്ടോ ഇങ്ങനത്തെ ഒരു. കടയിൽ പോയിരുന്ന്, കഞ്ഞിക്കടയിലൊക്കെ പോയിരുന്ന് കഞ്ഞി വാച്ച് കഴിക്കണതിനെ കാട്ടി ഇതുപോലെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. കരുവാടിൻ്റെ കഷ്ണമില്ല, വാഴയ്ക്കയും കരുവാടിൻ്റെ കഷ്ണമല്ല, വാഴയ്ക്ക് മാത്രം കിട്ടി. മാങ്ങ അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. കൊടുക്കത്തില്ല കേട്ടോ, പഴയതുപോലെ ഒന്നുമല്ല. മുമ്പൊക്കെ ആണെങ്കിൽ അത്രയും കുടിക്കുമായിരുന്നു, ഇപ്പം കൊടുക്കില്ല. കൊള്ളാം കേട്ടോ, കരുവാളിൽ ഉപ്പുണ്ട്. നല്ല രുചി. പരിപ്പും സാമ്പാറും അവിയലും തോരനും പിന്നെ പച്ചടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കരുവാട് കറിയും നല്ല മാങ്ങ അച്ചാറും. മുരിങ്ങയ്ക്ക ഇപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കൂ, ഷെയർ ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. ബൈ.